കേരളത്തിലെ നഗരജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് ഓൺലൈൻ ടാക്സി ആപ്പുകൾ കടന്നു വന്നപ്പോൾ സാധാരണക്കാരായ യാത്രക്കാർ വലിയൊരു ആശ്വാസമാണ് അനുഭവിച്ചത്. മുൻപൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ ഇറങ്ങി ഓട്ടോക്കാരുമായി തിരക്കിനെ ചൊല്ലി തർക്കിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്ക് അതോടെ ഒരു പരിധിവരെ ശമനമായി. മൊബൈൽ സ്ക്രീനിൽ തെളിയുന്ന കൃത്യമായ തുക മാത്രം നൽകി മാന്യമായ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ആളുകൾ യാത്ര ചെയ്തു തുടങ്ങി. എന്നാൽ കാലം മാറിയതോടെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളും സാധാരണക്കാരൻ്റെ പോക്കറ്റ് ചോർത്തുന്ന പുതിയ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഊബറും റാപ്പിഡോയും ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഭീമന്മാർക്ക് സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയതോടെ കേരളത്തിലെ നഗരങ്ങളിലെ ഭൂരിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ ആപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞു. ഈ മാറ്റം തുടക്കത്തിൽ വലിയൊരു വിപ്ലവമായി തോന്നിച്ചെങ്കിലും ഇന്ന് അത് യാത്രക്കാരെ ദ്രോഹിക്കുന്ന മറ്റൊരു തരത്തിലുള്ള കുത്തകയായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓൺലൈൻ ഓട്ടോ സർവീസുകളുടെ ഏറ്റവും വലിയ ആകർഷണം എന്നത് സുതാര്യമായ നിരക്കായിരുന്നു. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എത്ര രൂപയാകും എന്ന ആപ്പിൽ വ്യക്തമായി കാണിക്കുമായിരുന്നു. ഇത് സാധാരണക്കാർക്ക് തങ്ങളുടെ യാത്രാ ചെലവുകൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ ആപ്പുകളിൽ വന്ന പുതിയ പരിഷ്കാരങ്ങൾ ഈ സുതാര്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സവാരി ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന അടിസ്ഥാന നിരക്കിൽ വരാൻ ഭൂരിഭാഗം ഡ്രൈവർമാരും തയ്യാറാകുന്നില്ല. പകരം യാത്രക്കാരൻ കൂടുതൽ തുക നൽകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ സവാരി സ്വീകരിക്കുകയുള്ളൂ എന്ന പുതിയൊരു തന്ത്രം ആപ്പുകൾ വഴി നടപ്പിലാക്കിയിരിക്കുന്നു. രാവിലെയും വൈകുന്നേരവുമുള്ള പീക്ക് സമയങ്ങളിൽ ഈ പ്രവണത അതിൻ്റെ പരകോടിയിലെത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓഫീസിലേക്ക് ആപ്പ് കാണിക്കുന്ന നിരക്ക് 80 രൂപയാണെങ്കിൽ ആ തുകയ്ക്ക് ഓട്ടമെടുക്കാൻ ആരും മുന്നോട്ട് വരില്ല. ആപ്പിൽ ലഭ്യമായ ഓപ്ഷൻ ഉപയോഗിച്ച് 20-40 രൂപ അധികം നൽകാൻ യാത്രക്കാരൻ നിർബന്ധിതനാകുന്നു. ഈ അധിക തുക നൽകിയാൽ മാത്രമേ ഏതെങ്കിലും ഒരു ഡ്രൈവർ സവാരി സ്വീകരിക്കുകയുള്ളൂ. ഈ അധിക തുക പൂർണ്ണമായും ഡ്രൈവർക്കാണ് ലഭിക്കുക. ഇത് മുൻകാലങ്ങളിൽ നഗരങ്ങളിൽ കണ്ടിരുന്ന മീറ്ററിടാത്ത ഓട്ടോക്കാരുടെ പിടിച്ചുപറിയുടെ മറ്റൊരു ഡിജിറ്റൽ രൂപം മാത്രമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ അധിക നിരക്ക് ഈടാക്കുന്നതിന് പിന്നിൽ ഇന്ധനവില വർധനവും ജീവിത ചെലവുകളും പ്രധാന കാരണങ്ങളായി ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പ്രതിദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആപ്പുകൾ കാണിക്കുന്ന പഴയ നിരക്കിൽ സർവീസ് നടത്തുന്നത് തങ്ങൾക്ക് ലാഭകരമല്ലെന്നാണ് അവരുടെ വാദം. കൂടാതെ ഓൺലൈൻ കമ്പനികൾ ഈടാക്കുന്ന ഭീമമായ കമ്മീഷനും തങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്ന് അവർ പറയുന്നു. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ ഭാരവും സാധാരണക്കാരായ യാത്രക്കാരുടെ ചുമലിൽ കെട്ടിവെക്കുന്നത് എത്രത്തോളം നീതിയുക്തമാണെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുയോജ്യമായ തുകയും ദൂരവുമുള്ള ഓട്ടങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവ നിരസിക്കുകയും ചെയ്യുന്നതിലൂടെ നൂറുകണക്കിന് യാത്രക്കാരാണ് മെട്രോ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നത്. മുൻപ് നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന സമയത്ത് കാണിച്ചിരുന്നതിനേക്കാൾ വലിയ വാശിയിലാണ് സർക്കാർ അംഗീകാരം ലഭിച്ച ശേഷം ചില ഡ്രൈവർമാർ തോന്നിയതുപോലെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ഇത് ഡിജിറ്റൽ സംവിധാനങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ബൈക്ക് ടാക്സിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടി വരുന്നത്. നഗരങ്ങളിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ വളരെ കുറഞ്ഞ ചെലവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ബൈക്ക് ടാക്സികൾക്ക് സാധിക്കും. ഒരു വ്യക്തിക്ക് മാത്രം യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷയോ കാറോ വിളിക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് ഇരുചക്ര വാഹനങ്ങളിലെ ഈ യാത്രകൾ. എന്നാൽ കേരളത്തിൽ ബൈക്ക് ടാക്സികൾക്ക് ഇപ്പോഴും പൂർണ്ണമായ നിയമ സാധ്യത ലഭിച്ചിട്ടില്ല എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. അംഗീകാരമില്ലാതെ സർവീസ് നടത്തുന്ന ബൈക്ക് ടാക്സികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് വലിയ തുക പിഴ ഈടാക്കിയും മറ്റ് പരമ്പരാഗത ടാക്സി യൂണിയനുകളുമായി വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് ഇത് കാരണമാകുകയും ചെയ്യുന്നു. ഈ ഭീഷണികൾ കാരണം പല കമ്പനികളും തങ്ങളുടെ ബൈക്ക് ടാക്സി സർവീസുകൾ വ്യാപിപ്പിക്കാൻ മടിക്കുകയാണ്. നിയമപരമായ പരിരക്ഷയില്ലാത്തതിനാൽ ഡ്രൈവർക്കും യാത്രക്കാർക്കും ഒരുപോലെ ആശങ്കയും ഇതുണ്ടാക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ എന്നത് മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കാനുള്ളതായിരിക്കണം, അല്ലാതെ അവനെ ചൂഷണം ചെയ്യാനുള്ള ആയുധമാകരുത്. സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ അൽഗോരിതങ്ങളും നിരക്ക് നിർണയ രീതികളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. പീക്ക് സമയങ്ങളിലെ അമിത നിരക്ക് ഈടാക്കലിന് വ്യക്തമായ പരിധികൾ നിശ്ചയിക്കണം. അതോടൊപ്പം തന്നെ ബൈക്ക് ടാക്സികൾ പോലെയുള്ള ബദൽ മാർഗങ്ങൾക്ക് അനുമതി നൽകി സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാ സ്വാതന്ത്ര്യവും പോക്കറ്റും സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഡിജിറ്റൽ കേരളത്തിലെ പൊതുഗതാഗത രംഗം എല്ലാവർക്കും പ്രാപ്യവും നീതിയുക്തവുമായി മാറുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.